വലിയ നോമ്പ് കാലത്തിൽ നാം ക്രൂശിതൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ സ്വാഭാവികമായി ക്രൂശിതനായ കർത്താവിലേക്കാണ് തിരിയുന്നത്. എന്നാൽ ആ ക്രൂശിൻ്റെ കീഴിൽ നിശബ്ദമായി നിന്നിരുന്ന ഒരാളുണ്ട്, മേരി മഗ്ദലേൻ. അവളുടെ സാന്നിധ്യം ഒരു വലിയ സന്ദേശമാണ്. ഈശോ വേദനയിലും അപമാനത്തിലും തൂങ്ങി നിൽക്കുമ്പോൾ പല ശിഷ്യന്മാരും ഭയന്ന് പിന്മാറി. എന്നാൽ മഗ്ദലേന മറിയം പിന്മാറിയില്ല. അവൾ ഓടിപ്പോയില്ല, അവൾ സംസാരിച്ചില്ല. അവൾ വെറുതെ നിന്നു, സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, കണ്ണുനീർ നിറഞ്ഞ ഹൃദയത്തോടെ. നിത്യമായ സ്നേഹം സന്തോഷകാലത്ത് മാത്രം നിലകൊള്ളുന്നതല്ല, കഷ്ടതയിൽ കൂടെ നിൽക്കുന്നതാണ്. മഗ്ദലേന മറിയത്തിൻ്റെ ജീവിതം മാറ്റത്തിൻ്റെ കഥയാണ്. ഒരിക്കൽ ഇരുളു മൂടിയിരുന്ന അവളുടെ ജീവിതം യേശുവിൻ്റെ കരുണ സ്പർശിച്ചപ്പോൾ പ്രകാശമായി. ക്ഷമ അനുഭവിച്ച അവൾ സ്നേഹത്തിൽ വളർന്നു. ക്ഷമിക്കപ്പെട്ടവൾ വിശ്വസ്തയായി. ക്രൂശിൻ്റെ മുമ്പിലെ മറിയത്തിൻ്റെ കണ്ണുനീർ നിരാശയുടേതായിരുന്നു. എന്നാൽ ആ കണ്ണുനീർ ആ ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ സന്തോഷമായി മാറി. ശൂന്യ കല്ലറയിൽ ഉയർപ്പിൻ്റെ കർത്താവിനെ ആദ്യം കണ്ടത് അവളാണ്. ഇരുട്ടിൻ്റെ രാത്രിക്ക് ശേഷം ഉയർപ്പിൻ്റെ വെളിച്ചം വരുമെന്ന് അവൾ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ക്രൂശുകളുണ്ട്. രോഗം, ദുഃഖം, നിരാശ, അപമാനം. അപ്പോഴെല്ലാം ക്രൂശിൻ്റെ കീഴിൽ നിൽക്കുക. നമ്മുടെ കണ്ണുനീർ കർത്താവിൻ്റെ പാദങ്ങളിൽ അർപ്പിക്കാം. അപ്പോൾ അവൻ നമ്മുടെ ദുഃഖങ്ങളെ പ്രത്യാശയാക്കി മാറ്റും. പ്രാർത്ഥനയിൽ കൂടുതൽ സമയം ചെലവഴിക്കുക. ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. പ്രത്യാശ കൈവിടാതിരിക്കുക. ക്രൂശിന് ശേഷം ഉയർപ്പുണ്ടെന്ന് വിശ്വസിക്കുക. ഈ നോമ്പ് കാലത്ത് ക്രൂശിതൻ്റെ കീഴിൽ നമുക്ക് ശാന്തമായി നിൽക്കാം.